ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാം ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീമദ്ഭാഗവത കഥ ശ്രീ ശുഖമുഖത്ത് നിന്ന് ആരംഭിക്കുകയാണ്. പരീക്ഷിത്ത് ചോദിച്ചു, മരണം മുമ്പിൽ നിൽക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ചോദ്യമാണ് കഠോപനിഷത്തിൽ നചികേതസ് യമൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം. മരണം എന്താണ്? മരണത്തിൻ്റെ രഹസ്യം എന്താണ്? മരണം നമ്മളെന്തൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം എടുത്തു കൊണ്ടുപോകും. നമ്മളുടേത് മാത്രമല്ല, നമ്മളെയും എടുത്തു കൊണ്ടുപോകും. നമ്മളെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നതായ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരാദികളെയൊക്കെ എടുത്തു കൊണ്ടുപോകും. ഈ വാസ്തവം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് തന്നെ ഒരു ഭയം വരെയാണ്. എന്താണ് മരണം, മൃത്യു? അത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ നേടിയെടുത്തതൊക്കെ തന്നെ നമുക്ക് അർത്ഥഹീനമായിട്ട് തീരുകയാണ്. രാജാവാവട്ടെ, ഇല്ലേ, പഴയ ഒരു പാട്ടുണ്ടല്ലോ, എന്താ അത്, മന്നവനാട്ടെ യാചകനാട്ടെ, എല്ലാം ഈ ശ്മശാനത്തിൽ വരുമ്പോൾ ഒക്കെ വ്യർത്ഥമാണ്. എത്ര വലിയ ആളാവട്ടെ, എന്തൊക്കെ തന്നെ പഠിച്ച ആളാവട്ടെ, എല്ലാവരും അവർ പഠിച്ചതോ അറിഞ്ഞതോ സമ്പാദിച്ചതോ ഒന്നും പ്രയോജനമല്ല എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു മഹാശക്തി. അത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളുടെ അഹങ്കാരത്തിനെയൊക്കെ അത് പരിഹസിക്കുകയാണ്. അതാണ് അർജുനൻ ഗീതയിൽ ചോദിച്ചു ഭഗവാന്റെ അടുത്ത്, ആഖ്യാഹിമേ കോ ഭവാൻ ഉഗ്രരൂപ നമോസ്തു തേ ദേവവരപ്രസീദ്. ഭഗവാൻ പറഞ്ഞു, കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധ, ഞാൻ കാലമാണ്, മൃത്യുവാണെന്ന്. അപ്പോൾ ഈ മൃത്യു മുമ്പിൽ കണ്ടപ്പോൾ രാജാവിന് മനസ്സിലായി, ഈ ലൗകികമായ സമ്പത്ത് സമൃദ്ധികളൊക്കെ തന്നെ അശാശ്വതമാണ്. നമ്മൾ പുറത്ത് നേടിയെടുത്ത് മറ്റുള്ളവർ നമ്മളെ സ്തുതിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നതും സർട്ടിഫിക്കറ്റ്, ഇതൊന്നും തന്നെ നമ്മളുടെ ഉള്ളിൽ ആനന്ദത്തിന് കാരണമാവില്ല. ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്ന വെറും ഒരു ഇന്ദ്രജാലമാണ്, കള്ളമാണ്. നമ്മളുടെ ഉള്ളിലെ ആനന്ദത്തിനൊന്നും കാരണമാവില്ല. ശരീരം ഇത്തിരി വയ്യാതായി കിടക്കുമ്പോൾ, ഇന്നലെ പറഞ്ഞല്ലോ ഭീഷ്മരുടെ ഒക്കെ കഥ, അതുപോലെ കിടക്കുമ്പോൾ പോലും ഇതൊന്നും പ്രയോജനമില്ല. സർവം വ്യർത്ഥം മരണസമയേ സാംബയേക സഹായ. അപ്പോൾ ഇതൊക്കെ മുമ്പിൽ കാണുമ്പോൾ ഈ ഒരു ചോദ്യം ജനുവിനായിട്ട് വാസ്തവമായിട്ട് ഹൃദയത്തിൽ ഒതുക്കുകയാണെങ്കിലേ അധ്യാത്മജീവിതം ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കുറച്ച് വിശ്വാസം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. മാനസിക മണ്ഡലത്തിലേ നിൽക്കുള്ളൂ, പരമാർത്ഥത്തിൽ നിൽക്കില്ല. അതാണ് പരീക്ഷിത്ത് ഇവിടെ ചോദിച്ചത്, ഭഗവാനെ ഞാൻ എന്ത് ചെയ്യണം, പറയൂ. വരീയാനേഷത്തെ പ്രശ്നഃ കൃതോ ലോകഹിതം നൃപ. ശുകാചാര്യരുടെ ആദ്യത്തെ വാക്ക് വരീയാൻ എന്ന് വെച്ചാൽ വരണീയം എന്നർത്ഥം. വരണീയം, നമ്മളുടെ ഉള്ളിൽ നമ്മൾ വരിക്കേണ്ടതായിട്ടുള്ള ഒരു ചോദ്യമാണത്രയത്. ആരാണോ വരിക്കുന്നത് അവർക്കാണ് ആത്മാവിനെ കിട്ടുക. ഉപനിഷത്ത് പറഞ്ഞു, യമേ വൈഷ വൃണുതേ തേന ലഭ്യ തസ്യേഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. അവിടെ ശങ്കരാചാര്യർ ഭാഷ്യത്തിൽ പറയണു, ആത്മദർശനത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സർവസന്യാസപൂർവകം ആത്മദർശന പ്രാർത്ഥന.
ആത്മദർശന പ്രാർത്ഥനയാണ്. എനിക്ക് ആത്മദർശനം വേണം, എനിക്ക് ആത്മാവിനെ അറിയണമെന്ന് അറിഞ്ഞാൽ മതി. ആത്മാ എന്താണെന്നൊന്നും അറിയണ്ട, ആത്മ എന്താണെന്നൊന്നും അറിയണ്ട. കുട്ടികൾ കരയുന്നുണ്ടല്ലോ ജനിച്ചപ്പോൾ, അതുപോലെ ഉള്ളിൽ നിന്നും ആത്മദർശന പ്രാർത്ഥന വരണം. അത് വാസ്തവത്തിൽ വരണം. അങ്ങനെ അതാണ് വരിക്കൽ. നമ്മളങ്ങനെ ആ സത്യത്തിനെ വരിച്ചു കഴിയുമ്പോൾ ആ സത്യം നമ്മളെ വരിക്കും. സത്യം നമ്മളെ വരിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് സത്സംഗവും സദ്ഗ്രന്ഥങ്ങളും മഹാപുരുഷ സമ്പർക്കവും ഒക്കെ നമുക്ക് ഉണ്ടായി തുടങ്ങും. അതൊരു സൈനാണ്, ഭഗവാന്റെ കൃപയുടെ ലക്ഷണമാണത്. ഇപ്പോൾ ശുഖബ്രഹ്മ മഹർഷി വന്നുവല്ലോ, യദച്ഛയാകാമഠമാനോ അനപേക്ഷ. അതാണ് ഭഗവാന്റെ കൃപ. അപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, ഭഗവാനെ അവിടുത്തെ ഈ ശുഖബ്രഹ്മ മഹർഷി പറഞ്ഞു, ഈ പ്രശ്നം കൊണ്ട് ലോകഹിതം കൃതം. എന്താണ് ലോകഹിതം എന്ന് വെച്ചത്? അപ്പോൾ നമ്മൾ ഇരിക്കുന്നുണ്ടല്ലോ, ഇതാണ് ലോകഹിതം. ആ കുടുംബത്തിനെ നമ്മളെത്ര നമസ്കരിച്ചാലും പോലെ. മുത്തശ്ശൻ ചോദിച്ച് ഗീത വാങ്ങിച്ചു തന്നു, പേരക്കുട്ടി ചോദിച്ച് ഭാഗവതം വാങ്ങിച്ചു തന്നു. അവർ ആ അർജുനനും പരീക്ഷിത്തുമാണ് ഇപ്പം നമ്മളുടെ സനാതനധർമ്മത്തിൻ്റെ രണ്ട് തൂണ് പോലെ നിൽക്കുന്നത്. ഇപ്പോൾ പരീക്ഷത്തിൻ്റെ ഈ പ്രാർത്ഥന കൊണ്ട് ലോകഹിതം കൃതം എന്നാണ്. ചിലപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ലോകത്തിനെ മാറ്റിമറിച്ച് കളയും. നരേന്ദ്രനാഥ് എന്ന് പറയുന്ന ആ കുട്ടി എല്ലാവരുടെ അടുത്തും ചെന്ന് ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്നാണ്. കാരണം ഈശ്വരൻ ഭഗവാൻ ഗുരുവായൂരപ്പൻ മഹാദേവൻ എന്നൊക്കെ നമ്മൾ പറയണമെന്നല്ലാതെ ആര് കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ പറയാൻ എത്ര പേർക്ക് ഗട്ട്സ് ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അതിനെ വാസ്തവത്തിൽ അനുഭവമായിട്ട് കാണിച്ചു കൊടുക്കാൻ. ഇപ്പം ഈ കുട്ടി കണ്ടു, ആളുകൾ വെറുതെ പറയുകയാണ്, വെറുതെ ദൈവം എന്നും ഇങ്ങനെ പറയപ്പം. കുറേ ആളുകൾ നാസ്തികന്മാരുണ്ടല്ലോ, അവർ നമ്മൾ ദൈവം ഉണ്ടെന്ന് പറയുന്നു, അവർ പറയുന്നു ഇല്ല എന്ന് പറയുന്നു. രണ്ടുപേരും ഒരേ കൂട്ടരാണെന്നാണ് ഭാഗവതം. ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും അസ്ഥി നാസ്തി എന്നുള്ള രണ്ട് പക്ഷക്കാർക്കും 10 പേര് കൊടുത്തിട്ട് മൈക്കും കൊടുക്കും. രണ്ടുപേരോടും ഈശ്വരന് തുല്യമാണെന്നാണ്. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ അസ്ഥി എന്ന് പറയണവനും കണ്ടിട്ടില്ല, നാസ്തി എന്ന് പറയണവന് ഉണ്ടോ ഇല്ലയോ സംശയമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേ കൂട്ടരാണ്. വാസ്തവത്തിൽ എന്തിനെയാണ് നിഷേധിക്കുന്നത്? എന്താണ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ പോലെ എവിടെയോ ഒരാൾ ഉണ്ടെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭഗവാൻ ഉണ്ട് എന്ന് വെച്ചാൽ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു ഭഗവാൻ ഉണ്ട് എന്നാണോ? അപ്പോൾ ഈ കുട്ടി, നരേന്ദ്രൻ എന്ന് പറയുന്ന ഈ കുട്ടി, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാവർക്കും വിശ്വാസം നമ്മൾ കൊണ്ടുവരും, വിശ്വാസം. അപ്പോൾ രാമഭക്തനായിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ കഥയാണ് ഞാൻ പറയണത്. രാമഭക്തനായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ കഥകളൊക്കെ ഉണ്ടല്ലോ, വളരെ വളരെ ജാഗ്രതയായിട്ട് ഉപയോഗിക്കണം. ചില കുട്ടികളൊക്കെ ഉള്ളപ്പോൾ പ്രത്യേകിച്ച്. എവിടെയോ ഉത്തരരാമായണം കഥ കേട്ടു. ഗർഭിണിയായ സീതയെ രാമൻ കാട്ടിൽ കൊണ്ടു ചെന്നാക്കി എന്ന് കേട്ടതും അവിടുന്ന് ചാടി അങ്ങോട്ട് എണീറ്റു സഭയിൽ നിന്ന്. നേരെ പോയി വീട്ടിലുള്ള ആ രാമൻ്റെ വിഗ്രഹം കൊണ്ടുപോയി പുറകുവശത്ത് കൊണ്ടുപോയി കളഞ്ഞു. ഈ രാമൻ എനിക്ക് വേണ്ട, അഗ്നി പരിശുദ്ധയാണെന്ന് പറഞ്ഞു. എല്ലാം തീരുമാനിച്ചിട്ട് ഈ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച് ഈ രാമൻ എനിക്ക് വേണ്ട. അവിടെ നിന്ന് തുടങ്ങിയൊരു ചോദ്യം. പിന്നെ കുറേ പഠിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, അത് വായിച്ചു. ഈശ്വരനെ ഞാൻ സമ്മതിക്കില്ല. ആരെങ്കിലുമൊക്കെ ഈശ്വര വിഷയമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ പോയി ചോദിക്കാം. പക്ഷെ വാസ്തവത്തിൽ ഈശ്വരൻ ഇല്ല എന്ന് നിഷേധിക്കാനും പറ്റണില്ല. അവരുടെ അമ്മ തൽക്കാലത്തിന് ഒരു ശിവലിംഗമൊക്കെ കൊടുത്ത് പൂജിക്കാൻ പറഞ്ഞു. നീ കൈലാസത്തിൽ നിന്നാണ് വന്നിരിക്കണത് എന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രനെ അവരുടെ അമ്മ വാസ്തവത്തിൽ കാശിയിൽ പൂജിച്ച് ആരാധിച്ച് ഭഗവത് ആരാധന ചെയ്തിട്ട് ജനിച്ച കുട്ടിയാണ്. അതുകൊണ്ട് പേര് വീരേശ്വരൻ എന്നാണ് പേര്. വീരേശ്വര മഹാദേവൻ എന്ന് പറഞ്ഞ് കാശിയിൽ ഗംഗയുടെ തീരത്തൊരു ചെറിയ ശിവക്ഷേത്രമുണ്ട്. അവിടെ ആയിരുന്നു അവരുടെ അമ്മ കുറേ കാലം ഭജന ഇരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി ജനിച്ചത്.
അതുകൊണ്ട് ശരിയായ പേര് വീരേശ്വരൻ എന്നാണ്. അധികം പേർക്കും അറിയില്ല. എല്ലാവരും നരേന്ദ്രനാഥ് എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ അമ്മ പറയും, ഒരുപാട് വിഷമമുണ്ടാക്കുമ്പോൾ പറയും, ഭഗവാനെ മഹാദേവ അങ്ങ് വന്ന് ജനിക്കണം എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു, ഭൂതഗണത്തിനെയാണല്ലോ അയച്ചു വെച്ചിരിക്കുന്നത്. തലയിൽ പച്ചവെള്ളം ഇങ്ങനെ ഒഴുക്കത്രേ, ശിവശിവ ശിവശിവ ശിവശിവ, നീ ഇങ്ങനെ കുറുമ്പ് കാണിച്ചാൽ തന്നെ കൈലാസത്തിൽ വീണ്ടും കയറ്റില്ല എന്ന്. അപ്പോൾ ശാന്താവുന്നതാണ്. വിവേകാനന്ദ സ്വാമി പറയണത്, ഈ അമ്മ ചെയ്ത ഈ ചെറിയ ചെറിയ ക്രിയകളുണ്ടല്ലോ, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ വളരെ ആഴമായ ഇൻഫ്ലുവൻസ് ആയിരുന്നു എന്നാണ്. അപ്പം അമ്മമാർക്ക് എത്ര ചുമതലയുണ്ട്. ആദ്യത്തെ ഗുരു അമ്മയാണ്. ഇപ്പോൾ ധ്രുവൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോഴേ മാതൃമാൻ പിതൃമാൻ ആചാര്യമാൻ. ആദ്യം അമ്മ, പിന്നെ അച്ഛൻ, പിന്നെയാണ് ആചാര്യൻ. അങ്ങനെയാണ് ഈ ഒരു ജീവൻ ഇങ്ങനെ മൗൾഡായി വരണത്. എന്തായാലും അങ്ങനെ ചോദിച്ചാണ് രാമകൃഷ്ണദേവൻ്റെ മുമ്പിലെത്തിയത്. അപ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, തന്നെ ഞാൻ എങ്ങനെ കാണുന്നു അതിനേക്കാളും അടുത്ത് എന്നിൽ ഞാനായി നിന്നിൽ നീയായിട്ട് ആ സത്യത്തിന് എനിക്കറിയാം. നിനക്ക് വേണമെങ്കിൽ കാണിച്ചു തരാനും പറ്റുമെന്നാണ്. വേദാഹം ഏതം പുരുഷം മഹാന്തം. അപ്പം അങ്ങനെ ആ ചോദ്യവും ആ ചോദ്യത്തിന് കിട്ടിയ ഉത്തരവുമാണ് നരേന്ദ്രനെ മാറ്റിമറിച്ചത്, ഇന്ത്യയുടെ ചരിത്രം തന്നെ തിരുത്തിക്കുറിച്ചത്. സ്വാതന്ത്ര്യ സമരമൊന്നുമല്ല ഇന്ത്യയുടെ ചരിത്രം, അതാണ് ഇന്ത്യയുടെ ചരിത്രം. അതിൽ നിന്നാണ് ഭാരതത്തിന് വല്ലതൊക്കെ ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങിയതും. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബീജം വിവേകാനന്ദ സ്വാമികളാണ്. അധികം പേരും ഒക്കെ അതറിയില്ല. ആ ഒരു കോളിളക്കമാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ബീജം. അതിമാനുഷമായ ഒരു ഇച്ഛാശക്തി ഉള്ള ഒരാളെ എണീപ്പിച്ചു വിട്ടു. അപ്പോൾ ശരിക്കും വിവേകാനന്ദ സ്വാമി അമേരിക്കയിൽ പോയി തിരിച്ച് രാമേശ്വരത്തിൽ കടലിൽ വന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഹനുമാൻ ലങ്കയിലേക്ക് പോയിട്ട് വന്ന പോലെയാണ് അത് കഥ. അതേ സ്ഥലമാണ്, അതേ കാര്യമാണ് നടന്നത്. ഭാരതത്തിൻ്റെ അഭിമാനമായ സീതയെ കണ്ടിട്ട് വരണ പോലെയാണ്. അപ്പോൾ ആ പ്രശ്നം, ആ ചോദ്യം വലിയ തിരുത്തലുണ്ടാക്കി. ഹിതം ചെയ്തു, ലോകത്തിന് മുഴുവൻ മംഗളം. നമുക്ക് മാത്രമല്ല പാശ്ചാത്യ ദേശത്തിലേക്കും ഹിതം ചെയ്തു. അതാണല്ലോ തുറന്നു കൊടുത്തത്. എത്ര ആളുകൾ പിന്നീട് പോയി അവിടെയൊക്കെ സത്സംഗവും മതപ്രചാരങ്ങളും ഒക്കെ നടന്നു അല്ലേ. ഷിക്കാഗോ സമ്മേളനത്തിൽ വിവേകാനന്ദ സ്വാമി അതൊക്കെ ഈശ്വരൻ്റെ നിയമമായിരുന്നു. കാരണം അദ്ദേഹം അത്ര കാലം പ്രസംഗിച്ചിട്ടേ ഇല്ല. ആദ്യത്തെ പ്രസംഗമായിരുന്നു ജീവിതത്തിൽ. അല്ലാതെ ഇവിടെ പ്രസംഗിച്ച് പഠിച്ച ആളൊന്നുമല്ല. ആദ്യത്തെ മദ്രാസിൽ ഒരിക്കൽ ട്രൈ ചെയ്തു, ഫെയിലായി, ശരിയായില്ല. പക്ഷെ പോകുന്നതിന് മുമ്പ് തൻ്റെ സഹോദര സന്യാസി തുരിയാനന്ദ സ്വാമിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഹരി, ഈ മതമഹാസമ്മേളനമൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണെന്ന്. അത്ര ഉള്ളിൽ ഉറപ്പായിരുന്നു, ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സമ്മേളനമൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം അത് ഈശ്വര നിശ്ചയമാണ്, അതറിയാം. അതോടുകൂടെ ബുദ്ധമതവും ഹിന്ദുമതവും പാശ്ചാത്യ ദേശത്തിലും പ്രവേശിച്ചു. അല്ലെങ്കിൽ അതിനു മുമ്പ് പ്രവേശമില്ല. അവരുടെ ഉദ്ദേശം, ഈ മതമഹാസമ്മേളനം ഓർഗനൈസ് ചെയ്തവരുടെ ഉദ്ദേശം, ക്രിസ്തുമതമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മതം, ബാക്കിയുള്ളതൊക്കെ ഹീതൻ എന്നാണ് വിളിക്കുക. നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, മുസ്ലിംസ് ആണെങ്കിൽ കാഫീർ എന്ന് വിളിക്കും, ക്രിസ്ത്യാനികൾ അവിശ്വാസികളാണ്, ഇവരുടെ മതങ്ങളൊന്നും ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ചെയ്തത്. പക്ഷേ ഫലം വിപരീതമായിട്ട് തീർന്നു. ബുദ്ധമതവും ഹിന്ദുമതവും, ബുദ്ധമതം ഒരു ധർമ്മപാലൻ എന്ന് പറയുന്ന ഒരു ഭിക്ഷു, അദ്ദേഹം വിവേകാനന്ദ സ്വാമിയുടെ അളവിലല്ലെങ്കിലും പുറകെ അദ്ദേഹവും പ്രസിദ്ധനായി. പക്ഷേ അവരെന്ത് ചെയ്തു, ബുദ്ധഭിക്ഷുക്കൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, നല്ല ഡിസിപ്ലിൻഡായിട്ട് ഉള്ളിൽ പ്രവേശിച്ച് ഹിന്ദുമതത്തിനേക്കാളും കൂടുതൽ പ്രചരിച്ചവർ അവിടെ. അപ്പോൾ ഇത് സാക്ഷാത്കരിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും എന്നുള്ളൊരു സന്ദേശം ലോകത്തിലെത്തിച്ചു. കൃതോ ലോകഹിതം നൃപ. ആത്മജ്ഞാനികൾ
ശരീരത്തോടെ ജ്ഞാനത്തിന് ശേഷം ജീവിക്കുമ്പോൾ ജീവൻ മുക്തൻ എന്തിനാ ജീവിക്കണമെന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ ഈ ചോദ്യം ചോദിച്ചു വരും, അവർക്ക് അനുഗ്രഹം ചെയ്യണം. നല്ല തണുപ്പ് സമയം. ഇപ്പോൾ തിരുവണ്ണാമലയിൽ ഭയങ്കര തണുപ്പാണ്. ഞങ്ങളൊന്നും ഇങ്ങനത്തെ തണുപ്പൊന്നും കണ്ടിട്ടില്ല, അത്രയും തണുപ്പാണ് അവിടെ. ആ തണുപ്പ് ഒരു സമയം അന്നൊക്കെ വലിയ പ്രൊട്ടക്ഷനും ഇല്ലാത്ത കാലത്ത് രാത്രി 11 മണിക്ക് വൈകുണ്ഠവാസൽ എന്ന് പറയുന്ന സേവകൻ മഹർഷി, രമണ മഹർഷിയുടെ ആ ഹാള്, ചെറിയ റൂം, അത് വാതിലടയ്ക്കാൻ പോവാണ് രാത്രി 11:30-12 മണിക്ക്. അപ്പോൾ മഹർഷി പറയാണ്, ശാത്താതെ പോയി, രാത്രി നല്ല കാറ്റടിക്കുന്നുണ്ട്, വാതിലടയ്ക്കേണ്ട, ആരെങ്കിലും വരും. 11-12 മണിക്ക് ആര് വരും? വരും, ചിലപ്പോൾ വരും. ആരെങ്കിലുമൊക്കെ ട്രെയിൻ ഇറങ്ങി 1 മണിക്ക് 2 മണിക്കൊക്കെ നടന്നൊക്കെ വരും. അപ്പോഴും ഉണ്ടാവും അവിടെ. അപ്പം ആ ശരീരത്തിൻ്റെ പ്രയോജനം എന്താ? ആർക്കെങ്കിലും ഉപയോഗപ്പെടും, അത്രയേ ഉള്ളൂ. കൃതോ ലോകഹിതം നൃപ ആത്മവിത് സമ്മത പുംസാം ശ്രോതവ്യാദിഷു യഃ പരഃ. ആത്മവിത്തുക്കൾക്ക് സമ്മതമായിട്ടുള്ളൊരു ചോദ്യമാണ് അവിടുന്ന് ചോദിച്ചത്. ഈ ആത്മതത്വ സാക്ഷാത്കാരം എന്നുള്ളൊരു ആദർശമില്ലാത്തവർക്ക് പലതും ചോദിക്കാനുണ്ട്. അപ്പോൾ ഹേ രാജൻ, രാത്രിയൊക്കെ ഉറങ്ങിപ്പോകുന്നു, അല്ലെങ്കിൽ വിഷയഭോഗത്തിന് പോകുന്നു, പകല് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്, വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഭാര്യ, കുട്ടികൾ, അവരുടെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് മനുഷ്യന്. ദേഹാപത്യ കളത്രാദിഷു ആത്മസൈന്യേഷു അസത്സു അപി തേഷാം പ്രമത്തോ നിധനം പശ്യൻ അപി ന പശ്യതി. പ്രമത്തൻ എന്ന് വെച്ചാൽ പ്രമാദത്തിന് ആളായിട്ടുള്ളവൻ. പ്രമാദം എന്ന് വെച്ചാൽ ഈ സത്സംഗത്തിലൊക്കെ നമ്മൾ കേട്ടു, മനസ്സിലാക്കി. പക്ഷേ ഈ പ്രാരബ്ധം അടിച്ച് കയറുമ്പോൾ മറന്നുപോയി കളയും. ആ മറന്നുപോകലാണ് പ്രമാദം. സനത്സുജാതീയത്തിലെ സനത് കുമാരൻ്റെ അടുത്ത് ധൃതരാഷ്ട്രർ ചോദിച്ചു, എന്താണ് മൃത്യു എന്ന് ചോദിച്ചു. ഇപ്പോൾ മൃത്യുവാണല്ലോ വിഷയം. സനത്സുജാതൻ പറഞ്ഞു, പ്രമാദം വൈ മൃത്യുമഹം ബ്രവീമി. പ്രമാദത്തിനെ എന്ന് വെച്ചാൽ ഈ അധ്യാത്മതത്വത്തിനെ മറന്നു പോവുക, സ്വരൂപ വിസ്മൃതി വരിക, ഭഗവാനെ മറന്നു പോവുക, എങ്ങനെ വേണമെങ്കിൽ വെച്ചോളൂ, അതാണ് മൃത്യു. പരമാർത്ഥത്തിനെ മറന്നുപോയി കഴിഞ്ഞാൽ ഭയം പിടികൂടും, പല വിഷയങ്ങൾ കയറി വരും. അതുകൊണ്ട് ഇത് മറന്നുപോയി കഴിഞ്ഞാൽ പ്രമാദം വൈ മൃത്യുമഹം ബ്രവീമി. നമ്മൾക്ക് ഭാര്യ, കുട്ടികൾ, സ്വത്ത്, വീട് ഇതൊക്കെ ഇല്ലാതെ കൂടാതെ കഴിയില്ല. പക്ഷേ എന്താ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടായാൽ കുഴപ്പമില്ല, അതൊക്കെ അവിടെ ഉണ്ടായാൽ കുഴപ്പമില്ല, ഒക്കെ ഉള്ളിൽ കയറിയിരിക്കും. ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഡിപ്രഷൻ, സ്ട്രെസ്സ്, ടെൻഷൻ ഇല്ലേ. ചെറിയ ചെറിയ കുട്ടികൾ. ഒരു സ്ഥലത്ത് പ്രഭാഷണത്തിൻ്റെ ഇടയിൽ ഒരു ചങ്ങൻകാർ വന്നു, ഒരു 8 വയസ്സുണ്ടാവും. ഇതിന് വന്നിട്ട്, സ്വാമി എനിക്കൊരു പ്രശ്നം പറയണം. എന്താ? ഭയങ്കര ടെൻഷൻ. പോടാന്ന് പറഞ്ഞു ഞാൻ. പോടാ. 8 വയസ്സ് പോലും ആരോ പറയണത് കേട്ടിട്ട് പറയുകയാണ്, ഭയങ്കര ടെൻഷൻ, പോവിടെ. ഇതുപോലെ വല്ലതൊക്കെ വെച്ച് കൊടുത്തയക്കാൻ. അപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ. ചെറിയ കുട്ടികളൊക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പടർന്ന് കിടക്കാണ്. പ്രമത്തോ നിധനം. അപ്പോൾ എല്ലാം ധർമ്മമൊക്കെ ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, പക്ഷേ അതിനുവേണ്ടി നമ്മൾ മറന്നു കളയരുത്. മാമനുസ്മര യുദ്ധച്ച. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, ഓർമ്മ വെച്ചോടുക, നിൻ്റെ യുദ്ധവും ചെയ്യും, നിൻ്റെ പ്രവൃത്തിയൊക്കെ ചെയ്യും, പക്ഷെ മറന്നു കളയരുത് എന്നാണ്. ഇതിനൊന്നും വേണ്ടി നീ നിന്നെ നഷ്ടപ്പെടുത്തിക്കളയരുത്. ഭഗവാനെ സ്മരിച്ചുകൊണ്ടേയിരുന്നുള്ള ന സ്കലേതിന പതേതിഹ. സ്ഖലനം, പതനമില്ലാതെ നിരന്തരം ഭഗവത് സ്മരണത്തോടുകൂടെ കാര്യം ചെയ്യാം. അതാണ് ജന്മലാഭ. പരഃപുംസാം അന്തേ നാരായണ സ്മൃതി. അന്തേന്ന് വെച്ചാൽ ജീവിതാന്തത്തിൽ എന്ന് പറയാം, ഓരോ ശ്വാസപ്രശ്വാസാന്തത്തിൽ എന്ന് പറയാം, അന്തരംഗേ എന്ന് പറയും. ഉള്ളിൽ
നിരന്തരം അന്തരംഗേ നാരായണ സ്മൃതി. ഹൃദയത്തിൽ ഇപ്പം മുതൽക്ക് എപ്പോഴും അന്തേ അന്തരംഗേ ഹൃദയേ നാരായണ സ്മൃതി. അതാണ് ജന്മലാഭം. നമ്മളുടെ സാധനയുടെ ഒക്കെ ഫലം ഭാഗവത സപ്താഹം കേൾക്കുന്നു, ജപിക്കുന്നു, എല്ലാം എന്താണെന്ന് വെച്ചാൽ നിരന്തരം ആ അനന്തമായ വസ്തുവിനെ, ആ ഭൂമാവിനെ മറന്നു കളയാതിരിക്കുക, ഓർത്തുകൊണ്ടേയിരിക്കാനുള്ള ശക്തി വേണം. ഇതാണ് വലിയ ലാഭം. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയേ ഉള്ളൂ ഭാഗവതത്തിൻ്റെ ഉദ്ദേശം. ഇത്രയൊക്കെ പറഞ്ഞ് സുഖബ്രഹ്മ മഹർഷി ഭാഗവത കഥ പറയാണ്. ചതുശ്ലോകി ഭാഗവതം പറയും.